ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പറവൂർ താലൂക്ക് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ JRC യൂണിറ്റുകളിൽ നിന്ന് കുട്ടികൾ സമാഹരിച്ച സാധന സാമഗ്രികൾ വയനാടിന് ഒരു കൈത്താങ്ങായി പറവൂർ താലൂക്ക് തഹസിൽദാർ ടോം സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. നമുക്കറിയാം, വയനാട് നമുക്ക് വളരെ അസാധാരണമായ ഒരു പ്രകൃതി ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. ഒരു 400-ലധികം പേര് മരിച്ചാലും ഇപ്പം കണക്കറിയാം. അതാണ്ട് 200ഓളം പേര് ഇപ്പോഴും കാണാതെ നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. അതിനുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഒട്ടേറെ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ആ ഒരു പ്രദേശം മുഴുവനും ഉരുൾപൊട്ടലിൽ തകർന്നു പോയത് നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വാർത്താമാധ്യമങ്ങളോട് നിങ്ങൾ കാണുന്നതാണ് ആ ദുരന്തം. അതുപോലെ തന്നെ ഈ ദുരന്തം ഉണ്ടായ ശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തുനിന്ന് എമ്പാടും വയനാട്ടിലേക്ക് സഹായ പ്രവാഹം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ഇത്തരത്തിൻ്റെ ഒരു സഹായം നൽകുന്നത്. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ASിനി അധ്യക്ഷയായി. റെഡ് ക്രോസ് പറവൂർ താലൂക്ക് ചെയർമാൻ വിദ്യാധര മേനോൻ മുഖ്യപ്രഭാഷകനായിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിലെ JRC യൂണിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിൻ്റെ അഭയാർത്ഥികൾക്ക് അല്ലെങ്കിൽ അതിൽ അനുഭവിച്ചവർക്ക് ഇത് കൈത്താങ്ങായി സ്കൂൾ കുട്ടികൾ സ്വരൂപിച്ച റിലീഫ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ ടോം ജോസ്, റെഡ് ക്രോസ് ഭാരവാഹികളായ MM ജോസ്, GH പൊന്നോത്ത്, KV സാഹി എന്നിവർ സംസാരിച്ചു. കിച്ചൺ വെസൽസ്, പലവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് കൈമാറിയത്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.